ഹായ്, വെൽക്കം ടു ജിനൂസ് ഫാഷൻ. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു നൂഡിൽസ് ആണ്. ഇതൊരു വെറൈറ്റി നൂഡിൽസ് ആണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഓറഞ്ച് ചിക്കൻ വിത്ത് സ്പൈസി നൂഡിൽസ് ആണ്. എല്ലാവർക്കും വലിയവരെന്നില്ല ചെറിയവരെന്നില്ല എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നല്ല വല്ല പാർട്ടിയോ ഇല്ലെങ്കിൽ വല്ല ഒക്കേഷൻ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ വല്ല ഫെസ്റ്റിവൽസ് ഒക്കെ ഉള്ളപ്പോഴൊക്കെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഒക്കെ ഇങ്ങനത്തെ വെറൈറ്റീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻസ് വഴി എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓറഞ്ച് ചിക്കൻ വിത്ത് സ്പൈസി നൂഡിൽസ് എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് കാണാം. അപ്പം ആദ്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു മുട്ട എടുക്കണം. പിന്നെ വൈറ്റ് പെപ്പർ 1/2 ടീസ്പൂണ്, ബ്ലാക്ക് പെപ്പർ 1/2 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ കോൺഫ്ലോർ ഒരു 6 ടേബിൾ സ്പൂൺസ് എടുത്തിട്ടുണ്ട്. മൈദ 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കോൺഫ്ലോറിൻ്റെ പൊടി, വൈറ്റ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം, ബ്ലാക്ക് പെപ്പർ പൗഡർ. ഇനി ഇതിലേക്ക് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ മുട്ടയാണ്. ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെയായിട്ട് നമ്മൾ ഒഴിച്ച് നമ്മളിതൊരു നല്ലൊരു ചെറിയ ഒത്തിരി തിക്കും അല്ല ഒത്തിരി ലൂസും അല്ലാത്തൊരു ബാറ്റർ തയ്യാർ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ഈ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഒത്തിരി വെള്ളം ആവല്ലേ, ഒത്തിരി കട്ടിയായി പോകരുത് കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമ്മളിത് വറുക്കാവും. ഹൈ ഫ്ലെയിം വേണ്ട. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ചിക്കൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് ഓറഞ്ച് സോസാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഇവിടെ 1.5 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. നോർമൽ നമ്മുടെ സാധാരണ ഓറഞ്ച് നമ്മൾ പിഴിഞ്ഞെടുത്ത ജ്യൂസാണ്. ഇനി അടുത്തായിട്ട് വേണ്ടത് നമുക്ക് 4 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. 1 ടീസ്പൂണ് ഞാനിവിടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചതാണ്. വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. അതുപോലെ കോൺഫ്ലോർ ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. വിനീഗർ 1 ടേബിൾ സ്പൂണ്. അതുപോലെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ക്രഷ്ഡ് റെഡ് ചില്ലിയാണ്. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പഞ്ചസാര 1/2 ടീസ്പൂണ്. അതുപോലെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ബ്രൗൺ ഷുഗറാണ്. അതും 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് സോസ് എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് കാണാം. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, ലാസ്റ്റിലെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നുള്ളൂ. ഈ പാനിലേക്ക് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് ഇതിനകത്തേക്ക് സോയാ സോസാണ് ആഡ് ചെയ്യുന്നത്. വിനീഗർ, പഞ്ചസാര ഇട്ട് കൊടുക്കാം, ബ്രൗൺ ഷുഗർ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതുപോലെ വെളുത്തുള്ളി, ഇതിനകത്തേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് ചില്ലിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിനകത്തേക്ക് കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇതിനകത്ത് ആഡ് ചെയ്താൽ മതി.
ഈ സോസിലെല്ലാം ഉപ്പൊക്കെ ഉണ്ടായിട്ട് നമുക്ക് അത് ഉപ്പിൻ്റെ ആവശ്യമില്ല, നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ഇതൊന്ന് കട്ടിയാവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് സോസാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ സോസ് റെഡിയായി, ഫ്ലെയിം ഓഫ് ചെയ്തേക്കാണ്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് 1 മിനിറ്റ് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യണം. 1 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ, ബബിൾസ് വരാൻ തുടങ്ങി. ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് നൂഡിൽസ് തയ്യാർ ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ ഞാൻ 1 പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലപോലെ തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും എണ്ണയും ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ നമ്മൾ ഇത് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് വേണ്ടത് നമുക്ക് ചില്ലി സോസാണ്. ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. സോയാ സോസ് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ചില്ലി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് 1 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണ് ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെപ്പർ എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂണ്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. അതുപോലെ തന്നെ നമ്മളിവിടെ 1/2 ടീസ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സിസ്മി ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നൂഡിൽസ് എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നമ്മളിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഇതിനകത്തേക്ക് നമ്മൾ ചില്ലി സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോയാ സോസ്, അതുപോലെ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ, ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിനകത്തേക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി നൂഡിൽസ് കൂടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്പൈസി നൂഡിൽസ് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓറഞ്ച് ചിക്കന് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ, നല്ല അടിപൊളി ഓറഞ്ച് ചിക്കൻ സ്പൈസി നൂഡിൽസ് റെഡിയായി. അപ്പോൾ കണ്ടില്ലേ, ഓറഞ്ച് ചിക്കൻ സ്പൈസി നൂഡിൽസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതിനകത്ത് ഓറഞ്ചിൻ്റെ ഫ്ലേവറും അതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു നൂഡിൽസുമാണ്. അപ്പോൾ ഓറഞ്ചിനകത്ത് നമ്മൾ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഇച്ചിരി മധുരവും പുളി എല്ലാം കൂടെ നിറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീവൻ.